ടേബിളിലെത്തിയപ്പോഴേ കുഞ്ഞിപ്പത്തിരി തന്നിട്ടുണ്ട്, ചിക്കൻ പെരട്ട് തന്നിട്ടുണ്ട്, തീപ്പൊരി ചെമ്മീൻ, ഇന്നത്തെ താരം ബീഫ് സ്റ്റൂ, പൊറോട്ട, അപ്പം. ഇതൊക്കെ എവിടാന്ന് അറിയണ്ടേ? പലാരം, എറണാകുളം കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷന്. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാന്ന് അറിഞ്ഞു, എന്താ കഴിക്കാൻ എടുത്തേക്കുന്ന ഫുഡ് അറിഞ്ഞു. ഇനി നമുക്ക് ആ ഫുഡ് കഴിച്ച രുചി എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്റെ കുഞ്ഞിപ്പത്തിരി തന്നെ ആദ്യം എടുത്ത് കഴിക്കാതെ ബീഫിനകത്ത് ഇട്ട് മിക്സാക്കി തന്നേക്കുവാണ്. ഇതാണ് പത്തിരി, അരിമാവ് ഇട്ടുണ്ടാക്കുന്നതാണ്. എന്നോട് ബീഫ് ഇട്ട് കുഞ്ഞിപ്പത്തിരി എന്ന് പറഞ്ഞ് തന്നേക്കും. ഇവനാള് കുഞ്ഞനാണെങ്കിലും ഇല്ലേ, എൻ്റെ മോനെ, എൻ്റെ ടേസ്റ്റിന് വലിയ വലിപ്പമാണ്. ഇത് ആക്ച്വലി ഇതിനകത്ത് തന്നെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഓക്കെ, ഈ ബീഫ് കറി ഇല്ലേ ഗംഭീരമായതുകൊണ്ടാണ് ഇതെല്ലാം അടിപൊളിയായത്. മറ്റേ പ്ലേറ്റൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മാത്രമായിട്ട് കഴിക്കുക. രസമായിട്ടുള്ള ബീഫ് കറി എന്നറിയത്. നല്ല നെയ്യുള്ള ബീഫിനകത്ത് ഇത് ചെയ്തെടുക്കുന്നത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇത് പറഞ്ഞറിയണമെന്ന് എനിക്കറിയത്തില്ല. ഗംഭീര സാധനമാണ്. നോക്കുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിടിയും കോഴി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ പിടിയും കോഴി ഉണ്ട് കേട്ടോ. ഒറ്റ പ്രശ്നമുള്ളൂ, ഭയങ്കര ചൂടാണ്. എന്നിട്ട് ഞാനിങ്ങനെ കൈയിട്ട് ഇളക്കി കഴിക്കുന്നത് എൻ്റെ ആർത്തി കാരണമാണ്. രുചിയുള്ള ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ആർത്തി. മോനെ, അന്തസ്. വെരി ടേസ്റ്റി ഫുഡ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കുഞ്ഞിപ്പത്തിരി കഴിച്ചു തീർക്കും. ചുമ്മാ ഒന്ന് തൊടാമെന്ന് ഓർത്തതാണ്, തീർക്കേണ്ടതായിട്ട് വന്നു. ടേസ്റ്റ് അതേപോലെ. വാഴയിലേക്കകത്ത് തന്നിരിക്കുമായിരുന്നു. ചൂടോട് തരുമ്പോൾ വാഴയിലയുടെ ടേസ്റ്റൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ഐറ്റം കഴിക്കാം. നല്ല ക്രിസ്പി പൊറോട്ടയാണ്. ചിക്കൻ പെരട്ട് എടുക്കാം. ഇതാണ് ചിക്കൻ പെരട്ട്. ഞാൻ ഇത് മാത്രമായിട്ടും കഴിക്കണേ, കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. ഒട്ടും സ്പൈസി അല്ല, നല്ല മധുരവുമുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ പെരട്ടാണിത് കേട്ടോ. ചിക്കൻ പെരട്ടിൻ്റെ ഗ്രേവി, കുതിർന്ന് കിടക്കുന്ന പൊറോട്ട. കഴിക്കട്ടെ. ചിക്കൻ പെരട്ടിൻ്റെ ഗ്രേവി നല്ല മധുരമുണ്ട് കേട്ടോ. പൊറോട്ടയ്ക്ക് ബെസ്റ്റ് സാധനമാണ്. ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. തക്കാളിക്ക് അരച്ചുണ്ടാക്കുന്ന ഗ്രേവിയാണ്. പരിപ്പിൻ്റെ ഒക്കെ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. തീപ്പൊരി ചെമ്മീൻ, വറ്റൽമുളകൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും ഇത് മിക്കവാറും തീപ്പൊരിയാകുന്നത്. നമുക്ക് മുളക് എന്തിനാ ഇങ്ങനെ വെറുതെ ഇടുന്നത്? ഇങ്ങനെ എടുത്തിട്ട് വറ്റൽമുളക് കൂട്ടിയും കഴിക്കാം. എരിവുണ്ട്, വറ്റൽമുളക് കഴിച്ചാൽ പിന്നെ എരിവുണ്ടാവായിരിക്കും. ഇനി മസാലയിൽ വെളുത്തുള്ളിയും ചതച്ച മുളകും സവോളയും ഒക്കെ വരുന്നുണ്ട്. ചെമ്മീൻ്റെ രുചി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഡ്രൈ ആയിപ്പോയി. കണ്ടോ, ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാവും ഇത്രയും ടേസ്റ്റും. തീപ്പൊരി ചെമ്മീൻ ഒരെണ്ണം, പൊറോട്ട വെക്കാം, ഗ്രേവി എടുക്കാം, അപ്പം, ബീഫ് സ്റ്റൂ എടുക്കാവേ. ഇവനാണ് ഇന്നത്തെ താരം. യെസ്, ബീഫ് സ്റ്റൂ. ക്യാരറ്റൊക്കെ ഉണ്ട്. ബീഫ് സ്റ്റൂവിനകത്ത് പിന്നെ ക്യാരറ്റ് ഇല്ലേ, എന്തോ ആണോ ഇതിൻ്റെ പറയുന്നത്. ക്രീമി ബീഫ് സ്റ്റൂ ആണേ. യെസ്, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, ഞാൻ ആദ്യമേ കഴിക്കുക. ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും. എനിക്ക് ക്ഷമിക്കാം. സോഫ്റ്റ് ബീഫുമാണ്. വേറൊരു ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കുന്നു. ബീഫ് സോഫ്റ്റാണ്, ക്രീമി ഗ്രേവിയുമാണ്. അപ്പം തീർന്നു. ഒരു പൊറോട്ടയും കൂടെ മേടിക്കാം. സ്റ്റൂ കഴിക്കുമ്പോൾ ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. ചൂട് എരിവ് വരുന്നുണ്ട്, മധുരം വരുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മിസ് ചെയ്യുന്നു. അതിലില്ല, എനിക്ക് കിട്ടാത്തയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും മിസ്സിങ് ആണ്. പൊറോട്ട കൊണ്ടുവന്നു. ചൂട് പൊറോട്ട, പൊറോട്ട ബീഫ് സ്റ്റൂ ഇങ്ങനെ വലിച്ച് പറിച്ച്. പൊറോട്ടയില്ലേ അന്യായിട്ടോ, ക്രിസ്പി പൊറോട്ട ചൂടായിട്ട് വൃത്തായിട്ട്. ഇവിടെ ഇത് മാത്രമല്ല, വലിയൊരു മെനു തന്നെയാണ്. മെനു നോക്കി ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യുക, കഴിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ടത്
കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ. ഇതിലെ ബീഫ് കറിയും അതിലെ പത്തിരിയും ഒക്കെ ഗംഭീരമാണ്. സ്റ്റൂ കൊള്ളാം, ചിക്കൻ പെരട്ടും കൊള്ളാം. കൊഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ, വലിയ പരിപാടിയല്ല. ഓക്കെ, മസ്റ്റാണ് കുഞ്ഞിപ്പത്തിരി കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ വന്ന് കഴിക്കാം. നല്ല സ്പോട്ടാണ്. കാമാൻ കോയറ്റ് ഒരു റെസ്റ്റോറൻ്റാണ്. വന്ന് ട്രൈ ചെയ്യാവുന്നതൊക്കെ. കട്ടൻ ചായ ചക്കര അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞിപ്പത്തിരിയാണ്. ബീഫിനെ സമ്മതിക്കണം, കുഞ്ഞിപ്പത്തിരിയെ സമ്മതിക്കണം. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ കൂടി വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. വേറെ വിശേഷം ഒന്നുമില്ല. വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള അടിച്ചു പൊടിച്ചാൽ നശിപ്പിച്ചേക്കാം. ബൈ ബൈ.